ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നിത്യമായ സുവിശേഷം ലോകത്തെ അറിയിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദാസനാകുന്നതായ റിട്ടയേർഡ് പാസ്റ്ററായിരിക്കുന്നതായ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ഒരു പാസ്റ്റർ ഡോക്ടർ കെ യോഹന്നാൻ ഇന്ന് അമേരിക്കയിലെ ടെക്സസിൽ മക്കളോടൊപ്പം താമസിക്കുകയാണ്. ഈ നിത്യസുവിശേഷം ഇത് മാത്രം ആയതുകൊണ്ട് ലോകത്തെ ഒന്ന് അറിയിക്കണം എന്നുള്ളതായ ആ ദൈവ താല്പര്യപ്രകാരം ഞാൻ ഇത് ദൈവമക്കളാകുന്ന നിങ്ങളുടെ ഏവരുടെയും മുമ്പിൽ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കേൾക്കുന്ന ഏവരെയും ഈ വചന കേൾക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഞാനിത് പറയുവാൻ തക്കവണ്ണം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 വേദവാക്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ദൈവം. അതായത് അപ്പോസ്തല പ്രവൃത്തികളുടെ 22-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അത് പറയുന്നത് ഇപ്രകാരമാണ്: നീ കണ്ടതും കേട്ടതും അനുഭവിച്ചതും മറ്റാരോടും പറയാതെ ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഒരു നിർബന്ധകാര്യം. 2-ാമത്തെ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ വഹിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ലോകസ്ഥാപനം മുമ്പേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായ 2-ാമത്തെ വരവ് വരെ ഈ ലോകത്തിലെ ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ദൈവത്തിന് അറിയാം. അപ്പോൾ മനുഷ്യവർഗത്തെ ആദാം തൊട്ട് കർത്താവായ യേശു ക്രിസ്തു 2-ാമത്തെ വരവ് വരെ ഓരോരുത്തരെയും ജനിക്കുമ്പോൾ ആണായാലും പെണ്ണായാലും ശരി അവരെന്ത് ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. അതായത് BC 4004 ലോകത്തെ സൃഷ്ടിക്കുന്നത്. ആ 4004 സൃഷ്ടിക്കുമ്പോൾ തുടർന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് തൊട്ട് 7000 വർഷം കഴിയുമ്പോൾ ഒരു സ്വസ്ഥതയുടെ അവസരമാണ്. ആ സമയത്തിൻ്റെതായ എല്ലാ ലക്ഷണങ്ങളും ഭൂമിയിൽ നാം കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. ആകയാൽ അതിനു മുമ്പായിട്ട് ജീവിച്ചിരിക്കുന്ന ഏത് ദൈവമക്കളും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ലോകം ചിന്തിക്കുന്നത് പോലെ ജാതിയും മതവും ഗോത്രവും വംശവും ദൈവങ്ങളും ഒന്നും ഇല്ല. ലോകത്തിൽ ആകെയുള്ളത് ഏകദൈവം. ആ ഏകദൈവം മനുഷ്യവർഗത്തെ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി ലോകത്തിൽ നേരിട്ട വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. വേദപുസ്തകം ധാരാളം വാക്യങ്ങൾ എൻ്റെ ഭാഗമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കുന്നുണ്ട്. അതൊന്നും കൂടുതലായിട്ട് വായിക്കാൻ തക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം മാത്രം, ഒന്ന് മാത്രമേ ആവൂ, യാതൊരു ദൈവങ്ങളുമില്ല. ഒറ്റ ദൈവം മാത്രം, കർത്താവായ യേശു ക്രിസ്തു. പിന്നെ ഒറ്റ വിശ്വാസമേ ഉള്ളൂ. പിന്നെ അടുത്തത് പറയുന്നത് ആണും പെണ്ണും 2 പേര്. അല്ലാതെ ഇന്ന് ലോകത്തിൽ കാണുന്ന യാതൊരു വ്യത്യാസങ്ങളും വേദപുസ്തകം അനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തു 2-ാമത്തെ വരവ് വരെ ഉണ്ടായിരിക്കുന്നതല്ല. ഞാൻ ആരംഭിക്കുന്നത് 2-ാമത്തെ പോയിന്റിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ശബദിനെ കുറിച്ചാണ്. ശബദ് ദൈവത്തിൻ്റെതായ കൽപ്പന, 4-ാം കൽപ്പന ആണ്. അത് ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലാണ്. തുടർന്ന് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഇറ്റ് ഈസ് ദ മെമ്മോറിയൽ ഓഫ് ക്രിയേഷൻ. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ അടയാളമാണ് എന്ത്? പരിശുദ്ധ ശബദ്. അത് ലോകത്തിൻ്റെ അന്ത്യം വരെയും നിലനിൽക്കും. അതാണ് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ദൈവ സൃഷ്ടിപ്പിൻ്റെതായ ഏക അടയാളമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ ശബദ്. അത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വളരെ വ്യക്തവുമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നാം വായിക്കുമ്പോൾ എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, അതുപോലെ തന്നെ അടുത്ത 2-ാം അധ്യായത്തിൻ്റെ
9-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, 9-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം ഇത് നമ്മൾ വായിക്കുമ്പോൾ യഹൂദന്മാർ ആ കാലങ്ങളിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തും ചിതറിക്കിടന്നിരുന്നു. ധാരാളം ലക്ഷോപലക്ഷം ജനങ്ങൾ ലോകത്തിലെല്ലായിടത്തും ഉണ്ടായിരുന്നു. തുടർന്ന് പുറപ്പാട് പുസ്തകം രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ശലോമോൻ രാജാവിൻ്റെ കാലത്ത് എത്രയോ ജനങ്ങൾ, അതായത് 70,000 തൊട്ട് 80,000 വരെ ഉള്ളതായ യഹൂദന്മാർ പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് AD 52 ദൈവത്തിൻ്റെ ദാസനാകുന്നതായ അപ്പോസ്തലനായ ദേവദാസൻ സെൻറ് തോമസ് ഇവിടെ വരുവാൻ തക്കോണം സാധ്യമായി. ദൈവത്തിൻ്റെ, അതായത് ആ സമയം തൊട്ട് തന്നെ, അല്ല അതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെതായ സത്യം നിലനിൽക്കുന്നതാണ്. എവല്യൂഷനിസ്റ്റായിരുന്നതായ ചാൾസ് ഡാർവിൻ പറഞ്ഞു, ഈ ലോകം 1,83,000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായതാണെന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, അത് വ്യക്തമായി തെളിയണമെങ്കിൽ എൻ്റെ മരണത്തിനു ശേഷം 100 വർഷം കഴിയുമ്പോൾ എൻ്റെ മകൻ പറയും വാസ്തവം എന്താണ് എന്ന്. ഏതാണ്ട് 100 വർഷം കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു കോൺഫറൻസിൽ അദ്ദേഹത്തിൻ്റെ മകൻ ജോർജ് ഡാർവിൻ പറയുകയാണ്, വി ആർ ഓൾ ക്രിയേറ്റഡ് ആഫ്റ്റർ ബൈബിൾ. വേദപുസ്തകത്തിനാൽ അതിനുശേഷം സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. ദൈവത്തിന് സ്തോത്രം. ആകയാൽ വേദപുസ്തകം മാത്രമാണ് മനുഷ്യവർഗത്തിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് വരെ സാക്ഷിയായി നിൽക്കുന്ന ഏക സത്യം. അങ്ങനെയാണ് സംഭവം. തുടർന്ന് ചരിത്രത്തിൻ്റെ രേഖകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകത്തെമ്പാടും തന്നെ ആദ്യത്തെ ക്രൈസ്തവരെല്ലാം ആരായിരുന്നു? ആർക്കെങ്കിലും അറിയാമോ? യേശുന്യരായിരുന്നു. കർത്താവായ യേശുക്രിസ്തു ലോകത്തെ രക്ഷിക്കത്തക്കൊണ്ട് ഈ ഭൂമിയിൽ വന്നപ്പോൾ യെരുശലേമിൽ അദ്ദേഹത്തെ കുറേ കാലത്തേക്ക് കാണുന്നില്ല. അവർ നോക്കി. അവസാനം കാണുന്നതും ആ സമയത്ത് മനസ്സിലായത് കർത്താവായ യേശുക്രിസ്തു ഈ സമയത്ത് യെശൂന്യരോടൊപ്പം യെരുശലേമിന് അല്പം കിഴക്ക് ഭാഗത്തായിരുന്നു അവരോടൊപ്പമായിരുന്നു. ഈ യെശൂന്യർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്രൈസ്തവ സമൂഹമാണ്. അവർ ഒരു വ്യക്തി സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ സഭയോട് ചേരുവാൻ കൊണ്ട് ആഗ്രഹിച്ചാൽ 100 ദിവസമെങ്കിലും പരിശുദ്ധ ശബദ് വ്യക്തമായ രീതിയിൽ അനുസരിച്ചു കാണിക്കണം. എങ്കിൽ മാത്രമേ ആ വ്യക്തി സ്നാനപ്പെട്ട ദൈവത്തിൻ്റെ സഭയുടെ അംഗമായി തീരുവാൻ തക്കണം സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആ അനുഭവമാണ് AD 52 സെൻറ് തോമസ് കേരളത്തിൽ വന്ന് ക്രൈസ്തവ മാർഗം ആരംഭിക്കുമ്പോൾ നടന്നത്. തുടർന്ന് 7 പള്ളികൾ, അതിനോട് ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ പറയുവാൻ തക്കോണം ദാസന്റെ മക്കൾ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു കാണിച്ചതുപോലെ ധാരാളം അതിശയങ്ങളും അത്ഭുതങ്ങളും തോമസ് അപ്പോസ്തലൻ കേരളത്തിൽ നടത്തുകയുണ്ടായി. അനേക മുതിർന്ന വ്യക്തികളെ മരണത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ഷാജികളെ പുറത്താക്കിയിട്ടുണ്ട്, ഈ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് താമസിച്ചിരുന്ന ഹൈന്ദവ സമൂഹത്തിൽ നിന്നും പലർക്കും അത് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ AD 72 അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അങ്ങനെ കേരളത്തിലെ ക്രൈസ്തവരുടേതായ അവസ്ഥ വളരെ മോശമായി. അവസാനം ഏതാണ്ട് 90 കുടുംബങ്ങൾ മാത്രമേ കേരളത്തിൽ ക്രിസ്ത്യാനികൾ എന്ന ദൈവകൽപ്പന യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഉള്ളൂ എന്ന് കാണുവാൻ തക്കണം സാധ്യമായി. ഈ ബന്ധപ്പാടുകളെ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് കാര്യങ്ങൾ അറിഞ്ഞുമ്പോൾ യെരുശലേമിൽ നിന്നും തോമസ് ഓഫ് ഖാന എന്ന് പറയുന്നതായ ഒരു ക്രിസ്തീയ നേതാവ് കേരളത്തിൽ വന്നു. കാര്യങ്ങളെ മനസ്സിലാക്കി അന്ന് വാസിച്ചിരുന്ന 90 കുടുംബങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ സെൻറ് തോമസിന് ശേഷം അനുഭവിക്കുന്നതായ കഷ്ടങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും എല്ലാം
വിവരിക്കുകയുണ്ടായി. അങ്ങനെ അതിനുശേഷം അദ്ദേഹം തിരിച്ചുപോയി ഈ ദൈവത്തിൻ്റെ മക്കളെ രക്ഷിക്കുന്നതിനു വേണ്ടി യെരുശലേമിൽ നിന്നും 336 കുടുംബങ്ങൾ കേരളത്തിലേക്ക് വന്നു. അന്ന് കേരളത്തിലെ രാജാവ് ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. AD 345 ഈ AD 340 അദ്ദേഹത്തെ കണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അദ്ദേഹം ഈ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദാനമായിട്ട് ഇവർക്ക് 72 രാജകീയ പദവികൾ നൽകി. 72 രാജകീയ പദവികൾ. അതിൻ്റെ ആദ്യത്തെ പദവിയാണ് തരകന്മാർ. ആദ്യത്തെ പദവിയാണെന്ന് തരകൻ. തുടർന്നുള്ളതായ 72 കാര്യങ്ങളും എവിടെയുണ്ടെന്നറിയാമോ? കേരളത്തിലെ മാർത്തോമാ സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആകുന്നതായ തിരുവല്ലായിൽ ഉണ്ട്. ആ തിരുവല്ലായിലെ ഹെഡ് ഓഫീസിൽ കോപ്പർ പ്ലേറ്റിൽ ഈ 72 നിയമങ്ങളും എഴുതി വച്ചിട്ടുണ്ട്. രാജാവിൻ്റെ കാലത്തെ നൽകിയ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങനെ ഈ ഇത്രയും കുടുംബങ്ങൾ 16-ാം നൂറ്റാണ്ട് വരെ ലോകത്തിൽ വളർന്നു. ഈ തരക കുടുംബങ്ങൾ. അതിൽ എൻ്റെ കുടുംബം വന്ന് താമസമാക്കിയത് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ പള്ളിപ്പാട് എന്ന് പറയുന്നതായ ഗ്രാമത്തിലാണ്. അന്നത്തെ തീരുമാനമെടുത്ത് താമസിച്ചാണ്. മറ്റ് തരക കുടുംബങ്ങൾ എല്ലാം കേരളത്തിൻ്റെ മധ്യഭാഗമാക്കുന്നതായ കാർത്തികപ്പള്ളി, ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങിയ കേരളത്തിൻ്റെ മധ്യഭാഗങ്ങളിൽ ഇന്നും കാണുവാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് കാർത്തികപ്പള്ളിയിൽ ഏറ്റവും വലിയ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ നടക്കുന്നുണ്ട്. അവിടെ ഒരു ദിവസം ബൈക്കിലൊന്ന് പോകുവാൻ തക്കവണ്ണം അപ്പോഴാണ് കാണുന്നത്. ഇതിനകത്ത് തരകൻ എന്ന് മാത്രമല്ല, ആ ചുറ്റുപാടുകളിലെല്ലാം മൊത്തം തരക കുടുംബങ്ങളാണ്. പക്ഷേ ഇന്ന് ഇത്രയും തരക കുടുംബങ്ങളിൽ നിന്ന് ഈ നിത്യസത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഏക വ്യക്തിയാണ് പാസ്റ്റർ ഡോക്ടർ കെ യോഹന്നാൻ. ദൈവനാമത്തിന് കോടാനുകോടി സ്തോത്രം. ഈ സത്യം കേൾക്കുന്ന ദൈവമക്കൾ എല്ലാവരും എന്താണെന്ന കാര്യം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് യാചിക്കുകയാണ്. അങ്ങനെ ഈ സമയത്ത് റോമൻ കത്തോലിക്ക സഭ എന്ന് പറയുന്ന സമൂഹം ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിച്ചിരുന്നതായ ദൈവത്തിൻ്റെ മക്കൾക്ക് വിപരീതമായി. ഉദാഹരണത്തിന് ചുരുക്കമായിട്ടേ പറയുന്നുള്ളൂ. ഈ ശബദനുസരിക്കുക എന്ന് പറയുന്നത് യഹൂദൻ്റെ ആരാധന പ്രകാരമാണ്. അതുകൊണ്ട് ഈ യഹൂദൻ്റെ ആരാധനക്രമം മാറ്റിയിട്ട് ഞായറാഴ്ച ആരാധന ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് തൊട്ട് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം തൊട്ട് ഈ 16-ാം നൂറ്റാണ്ട് വരെയും ഇന്നും നിലനിൽക്കുന്ന ഏക സത്യമാണെന്ത്? ദൈവത്തിൻ്റെ പരിശുദ്ധമാകുന്ന ശബദ്. അതനുസരിക്കുവാൻ തക്കവണ്ണം അനുവദിച്ചില്ല. അനുവദിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ചുരുക്കി പറയട്ടെ, ഉദയംപേരൂർ സുന്നകദോസ് എന്ന് പറയുന്ന ഒരു സുന്നകദോസ് 1599 അന്നത്തെ കൊച്ചി രാജാവിന് 30,000 പോർച്ചുഗീസ് ഡ്യൂക്കോട്ട് കൈക്കൂലി കൊടുത്തിട്ട് ഉദയംപേരൂർ സുന്നകദോസ് നടത്തിയിട്ട് അതിലെ ഉണ്ടായിരുന്ന സകല റിട്ടുകളും ചുട്ടരിച്ച് കളഞ്ഞിട്ട്. കാരണം അന്നൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് പരസ്യം ചെയ്യുന്നതായ റിക്കാർഡുകൾ, പ്രിൻറ്റിങ്ങുകൾ ഒന്നുമില്ല. ഓലയിലിടുക, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പേപ്പറിനകത്ത് പിന്നെ ഇലയിലിടുന്ന സ്വഭാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുവരെ എഴുതി വെച്ച സകല റിക്കാർഡുകളും ചുട്ടു കഴിഞ്ഞിട്ട് ഞായറാഴ്ച ആരാധനയെ 16-ാം നൂറ്റാണ്ടിൽ അടിച്ചേൽപ്പിച്ചു. പക്ഷേ ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഈ കുടുംബങ്ങളെല്ലാം ഓരോ സ്ഥലത്തേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അനേക സത്യങ്ങളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണമുണ്ട്. പക്ഷേ ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു പെന്തക്കോസ്ത്
സഹോദരൻ ജോബി ആൽവിൻ എന്ന് പറയുന്ന ആ വ്യക്തിയിൽ നിന്ന് ഒരു ദൗത്യം കേൾക്കുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുവാൻ തന്നെ ആഗ്രഹിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണം ഉണ്ട്. എങ്കിൽ തന്നെയും അദ്ദേഹം ശ്രദ്ധിച്ചത് കേൾക്കണമേ എന്ന് ഞാനൊന്ന് അദ്ദേഹത്തിന് വേണ്ടി യാചിക്കുകയാണ്. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അനേക സത്യങ്ങളെ പുറത്തു പറയുവാൻ തക്കവണ്ണമുണ്ട്. അത് കൂടുതലായിട്ട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. എന്നാൽ സമയപരിധിയിൽ ചുരുക്കമായിട്ട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുള്ളൂ. ദയവായിട്ട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നതായ ഒരു ഉന്നതനാകുന്ന പെന്തക്കോസ്റ്റൽ പാസ്റ്റർ 1988 തൻ്റെ പുസ്തകം യേശുക്രിസ്തു സമ്പൂർണ്ണ വിപ്ലവകാരി എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കുരിശു വണക്കം, മറിയെ ആരാധിക്കൽ, വെസ്പുർഗാന, അതുപോലെ തന്നെ ഞായറാഴ്ച ആരാധന, ഇതെല്ലാം എന്താണ്? റോമൻ കത്തോലിക്ക സഭയുടെ ഇറക്കുമതി ചരക്കുകളാണ്. എൻ്റെ ഡോക്ടറേറ്റിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന പാസ്റ്റർ അദ്ദേഹം ഒരു സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരനാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ 2021 എൻ്റെ മകൻ്റെ ഭവനത്തിൽ ഞാൻ താമസിക്കുമ്പോൾ യൂട്യൂബിൽ ഈ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന പാസ്റ്റർ പ്രസംഗിക്കുന്നതായി കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ, ഈ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ പാസ്റ്റർ അദ്ദേഹം ഒരു സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരനായിരിക്കുമല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തെ കേൾക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം ഒരു നായർ ആയിരുന്നതായ സമയത്ത് വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും സ്വീകരിച്ചാണ് ഒരു ക്രിസ്ത്യാനിയായി തീർന്നത്, പ്രത്യേകിച്ച് പെന്തിക്കോസ്തുകാരനായി തീർന്നത്. എന്നാൽ തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം എത്രയോ വർഷങ്ങൾ ഇന്ത്യയിലുള്ളതായ സകല മതങ്ങളെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും പരിശോധിച്ചു. അതിൻ്റെ ഫലമായി അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? ലോകത്തിൽ ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവം കർത്താവായ യേശുക്രിസ്തുവാണ്. മറ്റൊരു പറയുന്ന കഥകളൊക്കെ വളരെ തെറ്റായ മാർഗങ്ങളാണ്. ആകയാൽ ഒരു ദൈവം കർത്താവായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തു മുഖേന ലോകത്തിന് നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ 10 കൽപ്പനയാണ്. പ്രത്യേകിച്ച് ഏഴാം ദിന ആകുന്ന പരിശുദ്ധ ശബത്ത് അന്ത്യം വരെയും നിലനിൽക്കും. ഞാൻ തുടർന്നും ചിന്തിച്ചു, അദ്ദേഹം ഒരു സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരനാണെന്ന് തന്നെ ചിന്തിച്ചു. പക്ഷേ ഞാൻ എൻ്റെ റെക്കോർഡിൽ യൂട്യൂബിൽ ഇംഗ്ലീഷിൽ എൻ്റെ മകളുടേതായ ഭാരതത്തിൽ എഴുതി. പക്ഷേ ഞാൻ എഴുതിയിട്ടുണ്ട്, എന്താണെന്നറിയാമോ? എനിക്കറിയത്തില്ല, എനിക്ക് റെക്കോർഡ് കിട്ടിയിട്ടില്ല. ഈ മനുഷ്യൻ ഇപ്പോഴും ഉണ്ടത് മനസ്സിലായി. പലരോടും അന്വേഷിച്ചപ്പോൾ 2017 അദ്ദേഹം മരിച്ചുപോയി എന്നാണ് കേട്ടത്. പക്ഷേ റെക്കോർഡ് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല? പുറത്തു പറഞ്ഞില്ല. ദൈവത്തിൻ്റെ 10 കൽപ്പന, പ്രത്യേകിച്ച് പരിശുദ്ധ ശബത്ത് അന്ത്യകാലം വരെയും നിലനിൽക്കും. ഈ യൂട്യൂബിൽ ഇന്നും ലോകം മുഴുവനും ലഭ്യമാണ്. പക്ഷേ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. ദൈവമക്കളെ, ദയവായി ഈ സത്യത്തെ കേൾക്കണമേ എന്ന് ഞാൻ ദൈവസ്നേഹത്തിൽ അറിയിക്കുകയാണ്. തുടർന്ന് ചില റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ D.L. മൂഡി എന്ന് പറയുന്നതായ തൻ്റെ പുസ്തകം തുലാസ്, ദൈവത്തിൻ്റെ തുലാസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. 1969 44-ാമത്തെ പേജ് തൊട്ട് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ മൊത്തം എഴുതി വച്ചിരിക്കുകയാണ്. നാം ഈ ലോകത്തിൽ ആശ്രയിപ്പാൻ തക്കുള്ള 7 സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധ ശബ്ദം കൽപ്പനയുമാണ്. അത് അന്ത്യം വരെയും നിലനിൽക്കും. നാം ഇതിനെ അംഗീകരിച്ചില്ലെങ്കിൽ പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിടേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധ ശബ്ദമടക്കമുള്ള 10 കൽപ്പന അനുസരിച്ച് അന്ത്യം വരെ ജീവിച്ചില്ല എങ്കിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ പ്രതിസന്ധികൾ പലതും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ദൈവമക്കളെ, നിങ്ങളുടെ മധ്യത്തിൽ ഒരു കാര്യം പറയാൻ തക്കൊണ്ടുണ്ട്. ദൈവം സൃഷ്ടിച്ച് ഈ സകല കൽപ്പനകളും ദൈവം ലോകത്തെ അറിയിക്കുന്നതായ സമയത്ത് ഒരു കാര്യമുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം, അവൻ്റെ ഇഷ്ടമനുസരിച്ച് പോകാം. പക്ഷേ ദൈവപരിചയമുള്ള വിശ്വാസമില്ലാത്തുള്ള വിശുദ്ധന്മാരെ അന്ത്യം വരെ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും. വരുവാനിരിക്കുന്ന നിത്യയിലും കാണും.
ആ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാൽ. അതാണ് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് സഭാചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സഭയുടെ വിശുദ്ധന്മാരായ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം 31 വാക്യം, പുറപ്പാട് പുസ്തകം 20 8 മുതൽ 11 വാക്യങ്ങൾ, തുടർന്നുള്ള അനേക വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 13 44 വരെ ഒക്കെ വായിക്കുമ്പോൾ ശബദിനെ ലംഘിക്കുന്നതായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. സഭാചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. സഭാചരിത്രം ജൂലൈ 1960, പേജ് 158 എഴുതി വച്ചിരിക്കുന്നത്. ഇന്ന് ധാരാളം പള്ളികളിൽ നടക്കുന്നതായ ശുശ്രൂഷകൾ, പള്ളി ശുശ്രൂഷകൾ ഒന്നും തന്നെ അതുപോലെ തന്നെ ഞായറാഴ്ച ആരാധന വേദപുസ്തക അടിസ്ഥാനത്തിൽ അല്ല. ധാരാളം വാക്യങ്ങളുണ്ട്, പ്രയോജനക്കൊണ്ട് സമയം എടുക്കുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധ ശബ്ദത്തിൻ്റെ ലംഘനമാണ്. ഇതാണ് സഭാചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്. തുടർന്ന് റോബിൻസൺ നാന എന്ന് പറയുന്നതായ മനുഷ്യൻ ശബദിനെ കുറിച്ച് 1998 എഴുതി വച്ചിരിക്കുന്നത്. തൻ്റെ പുസ്തകത്തിൽ ഇത്രയോ പേജുകൾ 98 എഴുതിയിരിക്കുന്ന 344 തൊട്ട് 145 വരെ, 47 തൊട്ട് 49 വരെ, 352 തൊട്ട് 354 വരെ, 354 തൊട്ട് 355 വരെ ശബദ് നിഷേധിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ലാത്തതായ ഒരു ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ദൈവത്തിന് സ്തോത്രം, സത്യനമസ്കാരം. തുടർന്ന് വായിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ളതായ പ്രത്യാശയുടെയും ദൈവ അനുസരണത്തിൻ്റെയും യെശയ്യാവിൻ്റെ പുസ്തകം 56, 57, 58, 62 വാക്യങ്ങൾ 16 വാക്യങ്ങൾ വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകനെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? സുവിശേഷത്തിൻ്റെ പ്രവാചകൻ. യെശയ്യാ പ്രവാചകൻ ആരാണ്? സുവിശേഷത്തിൻ്റെ പ്രവാചകൻ. ഈ സുവിശേഷത്തിൻ്റെ പ്രവാചകൻ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ ലോകം മുഴുവനും അറിയിക്കുന്നത് ദൈവത്തിൻ്റെ 10 കൽപ്പന ശബ്ദടക്കമുള്ള അനുസരിക്കണം, അവൻ അനുഗ്രഹിക്കപ്പെടും. അവസാനം പറയുമ്പോൾ ചുരുക്കമായി പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒത്തിരി പറഞ്ഞാൽ മണിക്കൂറുകൾ എടുക്കും, അതുകൊണ്ട് പറയുകയാണ്. 66 അധ്യായം 22, 23 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അന്ത്യകാലത്ത് എന്ത് ചെയ്യും? നമ്മളെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലെത്തിയിട്ട് ആരാധന 66 22 22 വാക്യത്തിൽ പറയുമ്പോൾ പരിശുദ്ധ ശബ്ദ സ്വർഗത്തിലും നിത്യതയിലെ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും തുടരുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷേ ദൈവത്തിൻ്റെ ജനത്തിൽ നിന്നും അത് നശിപ്പിച്ചതായ അനുഭവമാണ് നാം ലോകത്തിൽ കാണുന്നത്. AD 321 ഞായറാഴ്ച ആരാധന അടിച്ചേൽപ്പിക്കുന്നത്. ആരാണെന്നറിയാമോ? കുസ്തന്തിനോസ് ചക്രവർത്തി. അദ്ദേഹം അന്ന് റോമിൻ്റെ ചക്രവർത്തി ആയിരുന്നു. അദ്ദേഹം ഞായറാഴ്ച ആരാധനക്കാരനായിരുന്നു. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ സൺ വർഷിപ്പർ ആയിരുന്നു. അങ്ങനെ സുവിശേഷ യോഗം നടക്കുന്ന കൂട്ടത്തിൽ ഈ മനുഷ്യൻ സുവിശേഷ യോഗത്തിൽ ബന്ധിച്ച് ഒരു ദൈവത്തിൻ്റെ കൽപ്പനയനുസരിക്കുന്നതായ ക്രിസ്ത്യാനിയായി മാറി. പക്ഷേ അദ്ദേഹത്തിൻ്റെതായ സ്ഥാനം, റോമൻ ചക്രവർത്തി എന്നുള്ള സ്ഥാനം അടിച്ചേൽപ്പിച്ചിട്ട് ഞായറാഴ്ച ആരാധനയെ ഏൽപ്പിച്ചു. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം നോക്കുമ്പോൾ അന്ത്യകാലത്ത് നടക്കുന്നതായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദ മാർക്ക് ഓഫ് ദ ബീസ്റ്റ്. പിശാചിൻ്റെ മുദ്രയാണെന്ത്? ഞായറാഴ്ച ആരാധന. അങ്ങനെ ലോകം മുഴുവനും അടിച്ചേൽപ്പിക്കുകയാണ്. ഒരു ചരിത്ര രേഖകൾ പറഞ്ഞോട്ടെ. 1959 റോമൻ കത്തോലിക്ക സഭ പറഞ്ഞു. എന്താണെന്നറിയാമോ പറഞ്ഞത്? ഞങ്ങളുടെ നേട്ടത്തിൻ്റെ അടയാളമാണെന്ത്? ഞായറാഴ്ച. എന്തൊരു വികൃതിയാണ്! ഞങ്ങളുടെ നേട്ടത്തിൻ്റെ അടയാളമാണ് ഞായറാഴ്ച. പക്ഷേ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പ്രവാചകൻ്റെതായ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, ഇറ്റ് ഈസ് ദ മാർക്ക് ഓഫ് ദ ബീസ്റ്റ്. മൃഗത്തിൻ്റെ മുദ്രയാണ് എന്ത്? ഞായറാഴ്ച. പക്ഷേ അവർക്കത് അംഗീകരിക്കുന്നു. മൃഗത്തിൻ്റെ മുദ്രയാണ് ഞായറാഴ്ച എന്ന് പറയുവാൻ, കേൾക്കുവാൻ തക്കൊണ്ട് റോമൻ കത്തോലിക്ക സഭയ്ക്ക് സാധ്യമല്ല. അതുകൊണ്ട് അവരിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് 1989 ഞങ്ങളുടെ നേതൃത്വത്തിൻ്റെ അടയാളമാണ് ഞായറാഴ്ച.
ദൈവമക്കളെ, നാം ജീവിക്കുന്നത് അന്ത്യകാലത്താണ്. ഒരല്പം ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്നുവെങ്കിൽ ഈ ദൈവത്തിൻ്റെ കൽപ്പന അന്ത്യം വരെ അനുസരിക്കണം. ഞാൻ ധാരാളം പെന്തിക്കോസ്റ്റൽ പാസ്റ്റർമാരോട് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കും സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ അവരെ സ്നേഹിച്ച് വളരെ താഴ്മയോടും വിനയത്തോടും കൂടെ അവിടെ സംസാരിക്കും. അപ്പോൾ പല പെന്തിക്കോസ്റ്റൽ പാസ്റ്റർമാരും എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, ആർക്കെങ്കിലും 10 കൽപ്പന അനുസരിക്കുവാൻ തക്കോണം സാധിക്കുമോ? ഇതാണ് എന്നോട് ചോദിച്ചത്. ഞാൻ അവരോട് വാക്യങ്ങളൊക്കെ പറയും, പക്ഷേ ക്ഷമയോടും സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ സംസാരിക്കും. ദൈവത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ആർക്കെങ്കിലും കൽപ്പന അനുസരിക്കാൻ സാധിക്കുമോ? നമ്മൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നത് കൃപയാലല്ലയോ രക്ഷ പ്രാപിച്ചിരിക്കുന്നത്? അത് ശരിയാണ്, ലോകം മുഴുവനും ശരിയാണ്. ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിക്കുന്നത്. അത് ശരി തന്നെയാണ്. പക്ഷെ അവർ ആ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ 10 കൽപ്പനയെ എന്ത് ചെയ്യണം? അനുസരിക്കണം. 1 യോഹന്നാൻ 2-ാം അധ്യായം 3-ാം അധ്യായം 5-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ അവനെ സ്നേഹിക്കുന്നിടത്ത് പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ അവൻ്റെ ഉള്ള സ്നേഹം. അവൻ്റെ കൽപ്പനയോ ഭാരമുള്ളവയല്ല. വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ചൊരു വാക്യം പറഞ്ഞോട്ടെ. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 20-22 വാക്യം വായിക്കുമ്പോൾ അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്തവൻ കള്ളനാണ്. അവനത് കേൾക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അവർ പറയുന്നത് എന്താണ്? ദൈവത്തിന് സ്തോത്രം. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ സത്യത്തെ പെന്തിക്കോസുകാരനാണെങ്കിലും തുറന്നു പറഞ്ഞല്ലോ. അദ്ദേഹം എന്താ തീരുമാനിച്ചു പോകുന്നു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സത്യത്തിലേക്കുള്ള തിരിച്ചുവരവ് ദൈവത്തിൻ്റെ മക്കൾക്കൊരു അനുഗ്രഹം മാറട്ടെ. ആ തിരുവട്ടാർ കൃഷ്ണയുടെ കാര്യം രണ്ടാമത് ഞാൻ പറഞ്ഞു. ജോബി ആൽവിൻ പറയാൻ പോകുന്ന ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം. ജോബി ആൽവിൻ എന്ന് പറഞ്ഞ പെന്തിക്കോസ്കാരൻ അദ്ദേഹം പറയുകയാണ്, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ കൾട്ടാണ്. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ കൾട്ടാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സത്യവുമായിട്ട് ബന്ധമില്ലാതെ കൂട്ടി ഉണ്ടാക്കിയതാണെന്ന്. അദ്ദേഹം ദയവായിട്ട് കേൾക്കുവാൻ തക്കോണം ഞാൻ യാചിക്കുകയാണ്. അവിടെ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 16-17 വരെ അനേക വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 3-4 വരെ, 2 പത്രോസ് 2-ന്റെ 21-22 വരെ, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 16-17 വരെ, 8-10 വരെ എല്ലാം വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ നാമത്തിൽ സ്നാനം തീരുവാൻ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ 10 കൽപ്പന അവൻ്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. തുടർന്ന് ആ ദൈവത്തിൻ്റെ സത്യത്തെ അനുസരിക്കാൻ തക്കണം അവർക്ക് ശക്തി ലഭിക്കും. ഇതാണ് ദൈവത്തിൻ്റെതായ ഉപദേശം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നമുക്ക് വായിക്കുന്നത്, മാർക്ക് ഓഫ് ദ ബീസ്റ്റ്, അന്ത്യകാലമാകുമ്പോൾ കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് ഈ തെറ്റായ ഉപദേശങ്ങൾ മനുഷ്യവർഗത്തെ അടിച്ചേൽപ്പിക്കുവാൻ തക്കോണം സാധിക്കും. പക്ഷേ ആ സമയത്തെല്ലാം അവർ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നിത്യരാജ്യത്തിൽ ചേർത്തുകൊള്ളും. അതാണ് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം തുടർന്ന് മാർക്ക് ഓഫ് ദ ബീസ്റ്റിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യം തൊട്ട് വെളിപ്പാട് പുസ്തകം 14-ാമത്തെ വാക്യം ഒക്കെ വായിക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. സമയം അതിക്രമിക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ നിർത്തിയിട്ട് മറ്റ് ചില ധാരാളം കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. എൻ്റെ പിതാവ് ഒരു ഹോട്ടൽ ചായക്കടക്കാരനും താറാവുകാരനുമായിരുന്നു. പള്ളിപ്പാടെന്ന് പറയുന്ന കുരിയത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് പകൽ രാത്രി മഴക്കാല സമയത്ത് ഏതാണ്ട് 6 മാസം മൊത്തം ചുറ്റുപാടും വെള്ളമായിരിക്കും. ഈ വെള്ളമുള്ളതായ സമയത്ത് താറാവിനെ നിയന്ത്രിക്കുന്നത് കൊച്ചുവെള്ളത്തേലാണ്. എനിക്കന്ന് 6 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ 6 വയസ്സുകാരൻ കൊച്ചുവെള്ളത്തെ കാണുമ്പോൾ ആ കൊച്ചുവെള്ളത്തെ കയറി ഒന്ന് കളിക്കാൻ പോകണം. പക്ഷേ വെള്ളത്തെ കയറി അങ്ങനെ വള്ളത്തെ കയറി വെള്ളത്തിൽ പോകാൻ ഒരപ്പൻ അനുവദിക്കുമോ? അന്നും അനുവദിക്കുക എന്നുമല്ല. പക്ഷേ
അപ്പനോട് പന്നാരും വലിയ പ്രയാസം. അങ്ങനെ ചില ദിവസം കഴിഞ്ഞപ്പോൾ അകന്ന ബന്ധുവാകുന്ന ഒരു മനുഷ്യൻ ചായക്കടയിൽ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ അമ്മാച്ചൻ താറാവിനെയും കൊണ്ട് വന്നിരിക്കുന്നത് കൊച്ചു വള്ളത്തേലാണ്. അപ്പോൾ എനിക്കങ്ങോട്ടൊന്ന് പോയാൽ ഈ കൊച്ചു വള്ളത്തേലൊന്ന് കളിക്കുവാൻ തക്കോണം സാധിക്കും. ഞാൻ പെട്ടെന്ന് ഏതാണ്ട് 1/4 കിലോമീറ്ററിലധികം ദൂരമുള്ളതായ ആ കഴുതാക്കാടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഭയങ്കര കുഴിയാണ്. ഏതാണ്ട് 45 സെൻറ്റ് ഭൂമിയുടേതായ തെക്കേ അറ്റം ഏതാണ്ട് 30-35 അടി താഴ്ചയുള്ളതായ വെള്ളമാണ്. പക്ഷേ മഴക്കാലത്ത് ഏതാണ്ട് 40-45 അടി വരെ പോകും എന്ന് എനിക്ക് ചോദിച്ച വിഷയമല്ല. ഞാൻ അങ്ങോട്ട് പോയി ചെന്നപ്പോൾ താറാവല്ല അവിടെ ഇരിപ്പുണ്ട്, കൊച്ചുവെള്ളം അവിടെ കിടപ്പുണ്ട്. ഈ കൊച്ചുവെള്ളത്തെ കയറി ഒരൊറ്റ വീടിൽ കൊടുത്തു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, കേരളത്തിൽ മലയാളം അറിയാവുന്ന എല്ലാവർക്കും അറിയാമല്ലോ, ഒരു കൊച്ചു കുഞ്ഞ് 6-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു കൊച്ചുവെള്ളത്തെ കയറി വിട്ടാൽ അനുഭവം ആയിട്ട് കീഴ്പൊട്ട് വീണു. വീട് കഴിഞ്ഞാൽ പിന്നെ സാധാരണ പോകുന്നത് എങ്ങോട്ടാ? വെള്ളത്തിൻ്റെ അടിയിലോട്ട്. പക്ഷേ എങ്ങനെയോ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയില്ല, കൊച്ചുവെള്ളത്തെ കിടന്ന് പിടിച്ചോട്ടോടെ കിടന്നു. കിടന്നവരേക്ക് എങ്ങനെ രക്ഷപ്പെടുവാൻ തക്കോണം സാധിക്കും? കിഴക്കോട്ടെ നോക്കിയപ്പോൾ ആ കഴുതക്കാട്ടിൽ കുഴിയുടേതായ കിഴക്കേ കരയിൽ നിന്നും കുറേ കൊരമ്പുല്ല് പടർന്ന് പന്തലിച്ച് അതിൻ്റെ നടുക്കേക്ക് കുഴപ്പമുണ്ട്. അതിൽ പിടിച്ച് രക്ഷപ്പെട്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 1 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഏക മകനാണ്, കാണുന്നില്ല. അപ്പനും അമ്മയും തിരക്കി വന്നപ്പോൾ കണ്ടു. അമ്മക്ക് മനസ്സിലായി, നേരത്തെ പോലെ കൊച്ചമ്മാച്ചാൻ വന്നപ്പോൾ അമ്മാച്ചൻ്റെ വള്ളത്തേക്കാരൻ പോയതാണെന്ന് മനസ്സിലാക്കി അവിടെ വന്നു കണ്ടുപിടിച്ചു, എടുത്തുകൊണ്ട് പോയി. ഏതാണ്ട് 15 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ ഷൗമല അപ്പച്ചൻ്റെ മൂത്ത മോൾ അന്നമാമ വീട്ടിൽ വന്നിട്ട് നിൽക്കുമ്പോൾ ചോദിച്ചു, എടാ കുഞ്ഞു കുട്ടി യോഹന്നാനെ, നിന്നെ കഴുതക്കാട്ടിൽ കൂടി മരിക്കാതെ രക്ഷിച്ചത് ആരാണെന്ന് എനിക്കറിയാമോടാ എന്നോട് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ മാമ എനിക്കറിയത്തില്ല. എടാ നിന്റെ വല്യപ്പച്ചൻ ചക്കാരയിൽ ഗീവർഗീസിന്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നടാ. ആ ഗീവർഗീസിന്റെ ആത്മാവാടാ നിന്നെ എവിടെ വെച്ചത്. എനിക്കിത് പറഞ്ഞ് മറുപടി ഒന്നും പറയാൻ അറിയത്തില്ല. അന്ന് സഭകളെല്ലാം വീട്ടുകാരെല്ലാം യാക്കോബായില്ല. ഇപ്പോൾ എല്ലാവരും ഭർത്താവായിലാണ്. ചിലരൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി ആണ്. ഞാനൊന്നും മിണ്ടിയില്ല, പോയി. തുടർന്ന് കേട്ടുകൊള്ളണം, ദൈവം നയിക്കുന്ന ഒരു മാർഗ്ഗം ദൈവമക്കളെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഒന്നും നേടുവാനില്ല. ഞാൻ റിട്ടയർഡ് പാസ്റ്ററാണ്. ഇത് കേൾക്കുന്ന ജനം ദൈവത്തിൻ്റെ മക്കൾക്ക് അന്ത്യകാലമാണ് ജീവിച്ചിരിക്കുന്നത് മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി എന്ത് ജീവിക്കണം, ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും, വരുവാനിരിക്കുന്ന നിത്യത്തിൽ കാണും, അതിനുവേണ്ടി മാത്രം പറയുന്നതാണ്. 1970 തട്ടാരമ്പലത്തിൽ ഒരു സെവന്ത് അഡ്വന്റിസ്റ്റ് സഭ ഒരു മീറ്റിംഗ് നടത്തിയുണ്ടായി. ആ മീറ്റിങ്ങിൽ കുറിച്ച് എനിക്കറിവില്ലായിരുന്നു. അന്ന് തട്ടാരമ്പലത്തിൽ നിന്ന് തെക്കേ വശത്ത് 2 മിലിറ്ററി റിട്ടയേർഡ് മെമ്പേഴ്സ് പാസ്റ്ററായിട്ട് ജോലി നോക്കുന്നുണ്ടായിരുന്നു. അവർ 2 പേരും ഞങ്ങളുടെ പ്രദേശങ്ങളിൽ കുരീത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് വരികയും അവരോടൊപ്പം ഞാനും കുടുംബ പ്രാർത്ഥനയ്ക്ക് പോകും. കുടുംബ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് അവർ പല സമയങ്ങളിലും പൈസ മേടിക്കാൻ തന്നെ ശ്രമിക്കും. അത് ഞാനിവിടെ പോയി വാങ്ങിച്ച് അവർക്ക് കൊടുക്കും. ഇങ്ങനെ ഞങ്ങൾ പോവുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഈ SDA മീറ്റിംഗ് 1970 വന്നപ്പോൾ ആ മീറ്റിങ്ങിന് അവർ പോകുന്നുണ്ട്, അവരോടൊപ്പം ചെല്ലാൻ തക്കണം പറഞ്ഞു. ഞാൻ പോയി മീറ്റിങ്ങിൽ അവരോടൊപ്പം കേട്ടു. 1970 കഴിഞ്ഞപ്പോൾ അവരും ഞാനും കൂടെ സ്നാനപ്പെട്ടു, സെവന്ത് അഡ്വന്റിസ്റ്റുകാരായി. പറയട്ടെ, ഏതാണ്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ഈ സെവന്ത് അഡ്വന്റിസ്റ്റ് പള്ളിയിൽ ഈ 2 മിലിറ്ററി റിട്ടയർഡ് പാസ്റ്റർമാർ വരുന്നില്ല. എന്തു പറ്റി? ഞാൻ ചിന്തിച്ച് ദുഃഖിച്ച് തട്ടാരമ്പലം ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഈ മിലിറ്ററി പാസ്റ്റർമാരിലെ ഒരാൾ ജംഗ്ഷനിൽ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, പാസ്റ്ററെ എന്താണ് നിങ്ങൾ പള്ളിയിൽ വരാത്തത്? എത്ര മാസമായി കണ്ടിട്ട് എന്ന് ദുഃഖിച്ച് ഞാൻ ചോദിച്ചു. അദ്ദേഹം എന്നോട് പറയുകയാണ്, എടാ ഞാൻ നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ സ്നാനപ്പെട്ടത്, ഞാൻ നിനക്ക് വേണ്ടിയാണ് സ്നാനപ്പെട്ടത്. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. സുവിശേഷം പഠിക്കുന്നതിന് വേണ്ടി പൂനായിൽ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി. ഓൺ ദ വേ, ആ പോകുന്ന വഴിയിൽ എൻ്റെ മൂത്ത കസിൻ സിസ്റ്റർ കുഞ്ഞുഞ്ഞ മാമ
ഭർത്താവ് രണ്ടുപേരും കൂടെ തിരിച്ച് അമേരിക്കയിലേക്ക് പോവുകയാണ്. സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ കുഞ്ഞുഞ്ഞമ്മാമയും അമ്മാമ്മയുടേതായ ഭർത്താവ് കൂടെ പറഞ്ഞു, എടാ നീ ഒരു നേഴ്സിനെ വിവാഹം കഴിച്ചിട്ട് അമേരിക്കയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ നിയോഗമാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. അന്ന് 1970, 71, 72 സമയങ്ങളിൽ ഒരു വ്യക്തിക്ക് അമേരിക്കയിൽ പോകുന്ന ചാൻസ് കിട്ടിയാൽ ആരെങ്കിലും നിഷേധിക്കുമോ? ഇല്ല. പക്ഷെ ഞാൻ നിഷേധിച്ചു. തുടർന്ന് പറയട്ടെ, 1985 എൻ്റെ കസിൻ സിസ്റ്റർ, അതിൻ്റെ അനിയത്തി വന്നു. പല കാര്യങ്ങൾ അവളെ സഹായിച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവൾ എന്നെ കണ്ടോ പറഞ്ഞു, കുഞ്ഞുടിച്ചായ ഞാൻ തിരിച്ച് അമേരിക്കയിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ വരണം കേട്ടോ. ഞാൻ പറഞ്ഞു, പോടി, എനിക്ക് കേരളത്തിൽ സ്ഥലമുണ്ടടി, ഞാൻ നോക്കിക്കോളാം. അന്നേരം ഒരു സൗന്ദര്യ നേഴ്സിനെ പോലും വിവാഹം കഴിക്കുവാൻ അന്നത്തെ പാസ്റ്ററും പറഞ്ഞിരുന്നു. ഇതെല്ലാം ഞാൻ നിഷേധിക്കുന്നത്. ഇന്ന് ആരെങ്കിലും ഒന്ന് നിഷേധിക്കുമോ? ഇല്ല. ഇന്നും ഒരു വ്യക്തിക്ക് അമേരിക്കയിലേക്ക് ഒരു ചാൻസ് കിട്ടിയാലും നിഷേധിക്കത്തില്ല. പക്ഷേ ഞാനിത് നിഷേധിച്ചത് ദൈവം പറഞ്ഞ് നിഷേധിച്ചതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്തിനു വേണ്ടി? ഞാൻ ജനിക്കുന്നതായ BC 4004 തൊട്ട് ഈ നിമിഷം വരെയും തുടർന്ന് കർത്താവിൻ്റെ വരവ് വരെ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരും ജനിക്കുമ്പോൾ അവനായാലും അവളായാലും രണ്ടുപേരേ ഉള്ളൂ, ആണും പെണ്ണേ ഉള്ളൂ. എന്ത് ചെയ്യുമെന്ന് ആർക്കറിയാം? ഹീ നോസ്. തുടർന്ന് സ്പൈസർ മെമ്മോറിയൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന MA തീർത്തതിന് ശേഷം സൗന്ദര്യ പാസ്റ്ററായി പ്രവർത്തിക്കുമ്പോൾ, സൗത്ത് കേരള സെക്ഷനിലെ മിനിസ്ട്രിയൽ സെക്രട്ടറി പ്രവർത്തിക്കുമ്പോൾ, ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ പോകുന്നു ഡോക്ടറേറ്റിന് വേണ്ടി. പക്ഷേ ഒരു കോപ്പി കേരളത്തിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്നും ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കും. പക്ഷേ എനിക്കൊരു കോപ്പി കിട്ടിയില്ല. ഞാൻ രാവിലെ ഓഫീസിൽ ചെന്നപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റിന് വേണ്ടി വന്നിട്ടുള്ളതായ അപേക്ഷാഫോമാണ്. ഞാൻ പറഞ്ഞു, എനിക്കൊരു കോപ്പി തരാമോ? വേണ്ട, ഞാൻ ഇത് ചെയ്യുന്നില്ല പാസ്റ്റർ, ഇതങ്ങ് എടുത്തോ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയുകയാണ്, സമയപരിമിതി കൊണ്ട് ചുരുക്കി പറയുകയാണ്. ഞാൻ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് അയച്ചു. 85% പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ അയച്ചു, ടെസ്റ്റ് ചെയ്തു. 85% മാർക്ക് കിട്ടി. തുടർന്ന് അപേക്ഷാ ഫോം വന്നു. അതിനകത്ത് ശവദം അടക്കം 10 വിഷയങ്ങൾ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ശവദടക്കം 10 വിഷയങ്ങൾ അടിച്ചു. പക്ഷേ അന്ന് കോളേജിൽ പഠിച്ചതല്ലാതെ ഒരക്ഷരം പോലും ശബ്ദനെക്കുറിച്ച് കേട്ടിട്ടില്ല. സെൻറ്റ് തോമസ് വന്നപ്പോൾ അവിടെ ശബ്ദം ചിരിക്കുന്നവരായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു റെക്കോർഡും എൻ്റെ കയ്യിലില്ല. ഏതായാലും ഞാനിത് അയച്ചു കൊടുത്തു. അന്നേരം പറയുകയാണ്, മറുപടി വന്നു. പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ശബത്തിനെ കുറിച്ച് എഴുതുക, നിവർത്തിയില്ലാതെ വന്നാൽ നിനക്ക് എന്ത് ചെയ്യാം? വേറൊരു വിഷയം കണ്ടെത്താമെന്ന് പറഞ്ഞു. ഞാൻ അത് സമ്മതിച്ചു. ശബദം എടുക്കാൻ തീരുമാനിച്ചു. എൻ്റെ തീരുമാനമല്ല, എനിക്ക് ഒരു റെക്കോർഡ് കയ്യിലില്ല. പക്ഷെ ഒരു കാര്യം മാത്രം എൻ്റെ ഓർമ്മയിലുണ്ട്. എന്താണെന്നറിയാമോ? ആദ്യത്തെ ക്രിസ്ത്യാനികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ്സീൻസ് ആയിരുന്നു. ആക്ട് ഓഫ് ദി അപ്പോസ്റ്റൽ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇന്നുമുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ക്രിസ്ത്യാനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100-ൽ പരം ദിവസങ്ങൾ പരിശുദ്ധ ശബദനെ അനുസരിച്ച് മാത്രമേ ക്രിസ്ത്യാനിയാകാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഇപ്പോഴും എന്ന് ആ ആക്ട് ഓഫ് ദി അപ്പോസ്റ്റൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് മാവേലിക്കര ഒരു ബുക്ക് സ്റ്റോറിൽ നിന്ന് ഞാൻ വായിച്ചതാണ്. ആ മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് എടുക്കുവാൻ തക്കോണം തീരുമാനിച്ചു. അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതായ സ്പൈസർ മെമ്മോറിയൽ കോളേജിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഡോക്ടർ എം ഇ ചെറിയാൻ. അദ്ദേഹം റാന്നിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയിട്ടുണ്ട്, കണ്ടോട്ടെ. എന്നെ അദ്ദേഹം മകനെ പോലെയും ഞാൻ അദ്ദേഹത്തെ അപ്പനെ പോലെയും സ്നേഹിച്ച മനുഷ്യനാണ്. എല്ലാ കാര്യങ്ങളും എന്നെ സഹായിക്കുന്ന മനുഷ്യനായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഈ ഡോക്ടർ ചെറിയാൻ എന്നെ സഹായിക്കുന്ന കേട്ടോ, ക്രിസ്ത്യാനിറ്റിയിൽ ഡോക്ടറേറ്റ് ഉള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിന് എന്നെ സഹായിക്കുന്ന ഗുണം സാധിക്കും. ഞാൻ അദ്ദേഹത്തിന് ഒരു ദിവസം കണ്ടപ്പോൾ ചോദിച്ചു, ഡോക്ടറെ ഈ ടോപ്പിക് എടുക്കാനായിട്ട് ശബദത്തെ കുറിച്ചാണ് ഡോക്ടറേറ്റ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉടനെ അദ്ദേഹം ചോദിക്കുകയാണ്, എടാ ഈ ശബദനെക്കുറിച്ച് സെവന്ത്-ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ സ്പൈസർ മെമ്മോറിയൽ കോളേജിൻ്റെ പ്രസിഡന്റ് ആകുന്ന ഡോക്ടർ എം ഇ ചെറിയാൻ ചോദിക്കുകയാണ്, എടാ ശബദ സ്ഥാനത്ത് നിനക്ക് എന്തോ തെളിവുണ്ട്? ഞാൻ ചുരുക്കമായിട്ട് ഈ യെസീന്യ ശബദനുസരണത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ടായിരുന്നത് പറഞ്ഞു.
പറഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ചു നേരം മിണ്ടാതെ നിന്നിട്ട് മറുപടി പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഡാ, ഈ ഒരു റെക്കോർഡ് കൊണ്ട് നിനക്ക് ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റുമോടാ? ഞാനൊന്നും വേണ്ടിയില്ല. ദുഃഖിച്ച് ഏതെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഈ പ്രിയപ്പെട്ട ഡോക്ടർ എം എ ചെറിയാൻ എന്നെ സഹായിക്കുമായിരുന്നല്ലോ. യാതൊരു മാർഗമില്ലാഞ്ഞിട്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ദുഃഖിച്ച് നിന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഡോക്ടർ ചെറിയാനെ, ബാക്കി ദൈവം നോക്കിക്കൊള്ളും, എന്നാ നീ പോയി ചെയ്യടാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ നിർദ്ദേശം അനുസരിച്ചിട്ട് പൂന, ബോംബെ, തമിഴ്നാട് എന്ന് വേണ്ട, ബാംഗ്ലൂർ എന്ന് വേണ്ട എല്ലാ പ്രദേശങ്ങളിലും, അന്ന് കേരളത്തിൽ പോകാനോ ജീവിക്കുവാനോ പ്രവർത്തിക്കാനോ ഉള്ള സമയങ്ങളില്ല. അത് പോയി ഒരിക്കൽ ബാംഗ്ലൂരിൽ ഉള്ളതായ യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിയിൽ ബുക്ക് ഷെൽഫിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ബുക്ക് എൻ്റെ ഇടത്ത് കയ്യിൽ വന്ന് വീണു. ഞാൻ വിചാരിച്ചു, ഈ ബുക്ക് എന്താണ്? നോക്കിയപ്പോൾ ആ ബുക്കിൻ്റെ ഓരോ പേജും പപ്പടം പോലെ പൊടിഞ്ഞിരിക്കുകയാണ്. ഞാൻ വീണ്ടും ദുഃഖിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ ആരോ എന്നോട് പറയുകയാണ്, വായിക്കടാ വായിക്കടാ വായിക്കടാ. അത് വായിച്ചപ്പോൾ ഞാൻ വായിക്കാൻ നിർബന്ധിതനായി ഞാൻ വായിക്കുകയാണ്. വായിച്ചപ്പോൾ ഗോവ ഇൻക്വിസിഷൻ എന്ന് പറയുന്ന പുസ്തകമാണ്. ആദ്യ ഗോവ ഇൻക്വിസിഷനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. അതായത് ഗോവയിൽ അന്ന് AD 1000 തൊട്ട് 1500 വരെ ദൈവത്തിൻ്റെ പരിശുദ്ധ ശബ്ദമനുസരിച്ച് നായ ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ ഞായറാഴ്ച ആരാധന അടിച്ചേൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ശബ്ദത്തിനെ അത് യഹൂദന്മാരുടേതാണെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുവാൻ തക്കണം ആഗ്രഹിച്ചു. സഭയുടേതായ നിർദ്ദേശം അവരനുസരിക്കാതെ വന്നപ്പോൾ അവർ ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മലയുടേതായ മണ്ടയ്ക്കും പാറയിടുക്കുകളിലും എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും പോയി തുടർന്നു അവരെ പട്ടിണി കിടന്നുകൊണ്ട് ദൈവത്തിൻ്റെ സത്യമനുസരിച്ച് ജീവിക്കുവാൻ തക്കണം ആഗ്രഹിച്ചു. അവർക്ക് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അന്ന് റോമൻ കത്തോലിക്ക സഭയ്ക്ക് ജെസ്യൂട്ട് എന്ന് പറയുന്നതായ ഒരു ഗ്രൂപ്പുണ്ട്. അതായത് പട്ടാളം. ജെസ്യൂട്ട് എന്ന് പറഞ്ഞ അർത്ഥം പട്ടാളം. ഒരു പട്ടാള ഗ്രൂപ്പുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കാതെ വരുമ്പോൾ ജെസ്യൂട്ടിനെ ഏൽപ്പിക്കും. അവർ പോയി കാര്യങ്ങൾ പറയും. ഏതെല്ലാം മാർഗം പറഞ്ഞാലും അവരെ അംഗീകരിച്ചില്ലെങ്കിൽ അവരെ കൊന്നു ചുട്ടുകളയും. ഇതാണ് അനുഭവം. അത് വായിച്ചു. എൻ്റെ ദൈവമക്കളെ, ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ വളരെ ദുഃഖിച്ചു. എൻ്റെ ദൈവമേ, ഇതെന്തൊരു മോശമാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശമുണ്ടല്ലോ. അതാണല്ലോ അവിടുന്ന് സമ്മതിച്ചിട്ടുള്ളതാണല്ലോ. പക്ഷേ ഈ ദൈവത്തിന് നിരക്കാത്ത സത്യം അടിച്ചേൽപ്പിച്ചിട്ട് അതനുസരിച്ചില്ലെങ്കിൽ കൊന്നു ചുട്ടുകളയുന്ന അനുഭവം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഓർത്താവേ എന്ന് ഓർക്കുമ്പോൾ ഞാൻ ദുഃഖിച്ച് കരയും. 120 കോപ്പി എടുത്തു. വീട്ടിൽ ഇപ്പോഴും ഇരിപ്പണം തോന്നുന്നു. എനിക്കറിയത്തില്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും ഞാൻ അയച്ചു കൊടുത്തു. അങ്ങനെ 2020 ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് എടുക്കുവാൻ തക്കവണ്ണം സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ധാരാളം കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ സത്യത്തെക്കുറിച്ച് പുറത്തു കൊണ്ടുവരാൻ തക്കവണ്ണം സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ജൂനിയർ വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാസ്സായിരുന്ന സമയത്തെ കാര്യങ്ങളൊക്കെയും അതിജീവിച്ച് മുന്നോട്ട് പോയി. സമയത്ത് ചുരുക്കമായി മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ടും സ്വസ്ഥമായിരിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. അനുവദിച്ചെന്ന് പറഞ്ഞാൽ വഴക്ക് പറഞ്ഞതല്ല. ദൈവം വീണ്ടും എന്നെ ശക്തീകരിച്ച് ബലപ്പെടുത്തി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അയ്യോ, ഞാൻ ഈ കേരളത്തിലുള്ളതായ ലൈബ്രറികളൊന്നും പരിശോധിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ലൈബ്രറിയിലുള്ളതായ ലൈബ്രറികളൊന്നും പരിശോധിക്കണമെന്ന് ഉദ്ദേശിച്ചു. അങ്ങനെ പരിശോധിച്ചു. അതിൻ്റെ ഫലമായിട്ട് 5ാമത്തെ ഒരു അധ്യായം ഡോക്ടറേറ്റിനോട് കൂട്ടിച്ചേർക്കുവാൻ സാധിച്ചു. ദൈവമക്കളെ,
ആരെങ്കിലും ഒരു ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ പിന്നെയും സമയം ചെലവഴിച്ചിട്ട് ആരെങ്കിലും നടക്കും? ആരുമില്ല. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ആത്മശക്തിയാൽ എന്നെ നിയന്ത്രിച്ചു, എന്നെ നയിച്ചു, ആ സത്യം കണ്ടെത്തുവാൻ സഹായിച്ചു. 1998 വരെ കേരള ക്രൈസ്തവർ തന്നെയുമല്ല ലോകത്തിൻ്റെ ഓരോ ഭാഗത്തും അനുസരിച്ചതായ ഈ ശബത്തിൻ്റെതായ നിത്യ സത്യത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ 5-ാമത്തെ അധ്യായത്തിലൂടെ എൻ്റെ ആ ഡോക്ടറേറ്റ് ചേർക്കുവാൻ തക്കോണം സാധിച്ചു. ഞാൻ വിചാരിച്ചു, ഈ ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റി എൻ്റെ ഡോക്ടറേറ്റിനകത്ത് ഈ കോപ്പി കാണുന്നില്ലല്ലോ, എന്നെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എന്ത് പറ്റിയെന്ന്. തുടർന്ന് ഞാൻ എൻ്റെ മോടെ വീട്ടിലായിരുന്നപ്പോൾ ഈ ഗോവ ഇൻക്വിസിഷനെക്കുറിച്ച് മോള് ഒരു ബുക്ക് മേടിച്ച് അയച്ചു തന്നു. അങ്ങനെ ആദ്യമായിട്ട് ഗോവ ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ റിപ്പോർട്ട് വലിയ ലോകത്തിലെല്ലാം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ആ ബുക്ക് വായിച്ചപ്പോൾ AK പ്രയോൽക്കർ എന്ന് പറഞ്ഞതായ വ്യക്തി ഗോവ ഇൻക്വിസിഷനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ബുക്കാണ്. ഈ ബുക്ക് ലോകം മുഴുവനും ലഭ്യമാണ്. അങ്ങനെ എൻ്റെ മോൾക്കറിയാമായിരുന്നു. അവൾ ഒരു കോപ്പി വാങ്ങിച്ച് എൻ്റെ പേരിൽ അയച്ചു തന്നു ടെക്സസിൽ. ഞാനത് വായിച്ചപ്പോഴാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിലെല്ലാം എന്തുണ്ട്, ഗോവ ഇൻക്വിസിഷനെ കുറിച്ചുണ്ട്. അതായത് അന്ന് സമുദ്രത്തിലിരിക്കുന്നതായ വാളൻസീസ്, ഹുഗോനട്സ്, ആൽബജൻസീസ് എന്ന 3 സമൂഹത്തെയാണ് എന്ത് ചെയ്തത്, കൊന്ന് ചുട്ടുകളഞ്ഞത്. സഭയുടേതായ നേതൃത്വം പട്ടാള ഗ്രൂപ്പ് മുഖേന ചെയ്തു കളഞ്ഞത്. അത് 18-ാം നൂറ്റാണ്ടിൽ അവർ നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തെ പുറത്തു കൊണ്ടുവരാൻ തക്കവണ്ണം സാധിച്ചു. ദൈവമക്കളെ, എന്താണ് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നേരത്തെ ധാരാളം കാര്യങ്ങൾ പറയുവാൻ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട്. മണിക്കൂറുകൾ എടുക്കുന്നതുകൊണ്ട് ചുരുക്കി മാത്രം തരുമ്പോഴേ, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, ഒരു ഹൃദ്രോഗിയാണ്. 2021 എൻ്റെ മകളുടേതായ വീട്ടിലായിരുന്നപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് വിളിച്ച് ശവത്തിന് പള്ളിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുളിക്കാൻ വയ്യ. ദുഃഖിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാന്നപ്പോൾ ഭാര്യ വിളിച്ചു. ഭാര്യ വന്ന് കണ്ടു. ഭാര്യ നോക്കിയപ്പോൾ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഉടനെ ഭാര്യ വന്നിട്ട് മോളെയും മരുമോനെയും വിളിച്ചു. അവർ രണ്ടുപേരും കൂടെ വന്ന് നോക്കിയപ്പോൾ ആകപ്പാടെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. ഏതായാലും ദേഹമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പറഞ്ഞു പോയി കിടന്നുറങ്ങി. ഏതാണ്ട് 12 മണി കഴിഞ്ഞപ്പോൾ നെഞ്ചുവേദന സഹിക്കുന്നതൊന്നും സാധ്യമല്ലാതെ എഴുന്നേറ്റു. ഭാര്യയോട് പറഞ്ഞു. അവസ്ഥ കണ്ട് മനസ്സിലാക്കിയപ്പോൾ അവൾ ദുഃഖിച്ച് മോളെയും മരുമോനെയും വിളിച്ചു. അവർ വന്നു. എഴുന്നേറ്റ് അവരെ കണ്ടപ്പോൾ അമ്മായിയപ്പൻ്റെ അവസ്ഥ വളരെ മോശമാണെന്ന് മനസ്സിലാക്കി മോള് ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ രാത്രിയിൽ 1 മണിയോ 1:30 മണിയോ കഴിഞ്ഞ് അവ കൊണ്ടുപോയി. മാർ ഗ്രിഗോറിയോസ് ഹോസ്പിറ്റലിൽ നിന്ന് 2018 2 സ്റ്റെൻറ്റ് വെച്ചിരുന്നു. അതവിടെ കാണുന്നില്ല എന്ന് മനസ്സിലായി. 2 സ്റ്റെൻറ്റ് വെച്ച് പുറത്ത് വിട്ടു. പക്ഷേ ഇത്രയും ഒരു വേദനയുടെ അനുഭവം, ഒരു ഹൃദയത്തിൻ്റെ വേദന എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ഞാൻ ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഈ നശിച്ചു പോകേണ്ടതായ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു? ദുഃഖിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് ആ സങ്കീർത്തനങ്ങൾ 17:3 എൻ്റെ ഓർമ്മയിൽ തന്നു. എനിക്ക് വേദപുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്, പല വാക്യങ്ങളും അറിയാം. പക്ഷേ സങ്കീർത്തനങ്ങൾ 17:3 എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് ഓർമ്മയുള്ള കാര്യമല്ല. ആവശ്യമുള്ള സമയത്തൊക്കെ ഉപയോഗിക്കും, അത്രയേ ഉള്ളൂ. അത് വായിച്ചപ്പോൾ പറയുകയാണ്, ആർക്കെല്ലാവരും വായിക്കണം ഈ വാക്യം. ഞാൻ വായിച്ചിട്ടുണ്ടോ അത്രയേ ഉള്ളൂ. പക്ഷേ എന്നെ ദൈവം കാണിച്ചു തന്നതാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിന്നെ രാത്രിയിൽ പരിശോധിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തിയില്ല, ഞാൻ നിന്നെ സഹായിച്ചു. എൻ്റെ ഹൃദയത്തിൽ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് യാതൊരു ദുരുദ്ദേശവും ചെയ്യത്തില്ല എന്ന്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഒരു ദൈവത്തിൻ്റെ ദാസൻ ഒരു മനുഷ്യവർഗത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ദൈവത്തിൻ്റെ അത്ഭുത നടപ്പത്തി ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിവരില്ല കർത്താവേ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകരും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണെന്നറിയോ ആഗ്രഹം? എനിക്കൊരു ഹീറോ ആകണം. ഒരു സീറോ ആയിരുന്നാലും ശരി, എനിക്ക് എന്ത് ചെയ്യണം? എനിക്കൊരു ഹീറോ ആകണം. എൻ്റെ കയ്യിൽ അങ്ങനെ ശ്രമിച്ചിട്ടുള്ള അനേകം പേരുടെ കഥകളുണ്ട്.
അതൊന്നും പറയുവാൻ ഞാൻ സമയം എടുക്കുന്നില്ല, മണിക്കൂറുകളെടുക്കും. ഈ ഹീറോ ആകാൻ ശ്രമിക്കുന്നതിന് അവസാനത്തിൽ എവിടെച്ചെത്തും അറിയാമോ? 0 എത്തിച്ചേരും. പക്ഷേ വെറും 0 ആയിരുന്നതായ മനുഷ്യൻ 6-ാമത്തെ വയസ്സിൽ കഴുതക്കാട്ടിൽ കുഴിയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് രക്ഷിച്ച് 10 പ്രാവശ്യം മരണത്തിൽ നിന്ന് വിടുവിച്ച്, ആ കാര്യം 10 പ്രാവശ്യം, അത് പറയാൻ സമയത്ത് മണിക്കൂറുകൾ എടുക്കാമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. 10 പ്രാവശ്യം മണിക്കൂറിൽ 2021 വരെ ഈ നിത്യമാകുന്ന സത്യത്തെ പുറത്തു കൊണ്ടുവരുവാൻ തക്കണം കർത്താവായ യേശു ക്രിസ്തു തന്റെ കരങ്ങളിൽ തന്നെ ഉപയോഗിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവസാനമായി പറഞ്ഞുകൊള്ളട്ടെ 2 പോയിന്റുകൾ മാത്രം. നാം എത്ര വിശ്വസ്തയോടെ ഒരു റിപ്പോർട്ട് മറ്റു ലോകത്തെ മറ്റു വ്യക്തികളെ അറിയിക്കാൻ തക്കണം അയക്കുമ്പോൾ ആ റിപ്പോർട്ടിനകത്ത്, കത്തിനകത്ത് ആ വ്യക്തിയുടേതായ സീലും ആ വ്യക്തിയുടേതായ സിഗ്നേച്ചറും ഇല്ലെങ്കിൽ, എത്ര ഉത്തരവാദിത്തമുള്ള അന്തസ്സുള്ളതോ അഭിമാനമുള്ളതാണെങ്കിലും പരമാർത്ഥമാണെങ്കിലും ആരെങ്കിലും അംഗീകരിക്കുമോ? നോബഡി വിൽ അഗ്രി. ആരും അംഗീകരിക്കത്തില്ല, തിരിച്ചിഞ്ഞു വരും. അതുപോലെ ദൈവത്തിൻ്റെ മുദ്ര, സീല് ഉള്ളതായ ഒരു സ്ഥലമാണ് ഇവിടെ. ദൈവത്തിൻ്റെ 10 കൽപ്പന. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്ന സാധ്യത എന്താണ് വന്നിരിക്കുന്നത്? റിമെമ്പർ ടു കീപ് ദ ശബത്ത് ഹോളി. ദൈവത്തിൻ്റെ പരിശുദ്ധ ശബത്ത് അനുസരിക്കാൻ ഓർക്കുക. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ ശബത്ത് കർത്താവായ യേശു ക്രിസ്തു 2-ാമത്തെ വരവിൽ തൻ്റെ ജനത്തെ ചേർക്കുന്നത് വരെ അനുസരിക്കണം. റിമെമ്പർ ടു കീപ് ദ ശബത്ത്. ദിസ് ഈസ് ദ ഓൺലി എവിഡൻസ് ഷോയിങ് ദ ഗോഡ്ലിനെസ്. ദൈവത്വത്തെ കാണിക്കുന്ന ഏക തെളിവാണ് പരിശുദ്ധ ശബത്ത്. അതനുസരിച്ചില്ലെങ്കിൽ നാം ദൈവത്തെ അംഗീകരിക്കുന്നില്ല. ദൈവമേ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞിട്ടൊരർത്ഥമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ റിമെമ്പർ എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ ശബത്തിൻ്റെ അടയാളം. 2-ാമത്തേത് സീലാണ്. ആ ശബ്ദം കഴിഞ്ഞാൽ ബാക്കി 9 കൽപ്പനയുണ്ടല്ലോ, ആ 9 കൽപ്പനയും കൂടെ അതുപോലെ ഉള്ളതിനെ അംഗീകരിക്കുന്നതാണ് എന്ത്? പരിശുദ്ധ ശബത്തടക്കമുള്ള ദൈവത്തിൻ്റെ 10 കൽപ്പന. ഇത് സൃഷ്ടിപ്പ് തൊട്ട് ഇന്ന് വരെ നിലനിൽക്കുന്നു. ഇനി കർത്താവിൻ്റെ വരെ എപ്പോഴാണെന്ന് ആർക്കും അറിയുന്നതൊക്കെ കൊണ്ട് സാധ്യമല്ല. പക്ഷേ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു. നിങ്ങൾ ഇത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അന്ത്യകാലമായി എൻ്റെ വരവ് അനവസാനമായിരിക്കുന്നു മനസ്സിലായിക്കൊള്ളും. പക്ഷേ എപ്പോൾ വരുമെന്നുള്ളത് വാസ്തവം ആർക്കേ അറിയത്തുള്ളൂ? പിതാവാകുന്ന ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം വായിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അത് വരുവാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം ഏവരെയും അവിടുത്തെ കരങ്ങളിൽ ഉപയോഗിക്കട്ടെ. ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുള്ള വിശുദ്ധമായ കൂട്ടത്തിൽ കടപ്പെടുവാൻ ദൈവ മക്കളാവുന്ന എല്ലാവരെയും ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും. വരുവാനിരിക്കുന്നവരെ അതിനകത്ത് വെളിപ്പാട് പുസ്തകത്തിൽ 144,000 പേരെ കർത്താവ് പ്രത്യേകിച്ച് റെവലേഷൻ 1-ന്റെ 7-ാം അധ്യായത്തിന് തൊട്ട് മുഖ്യം വായിക്കുമ്പോൾ 144,000 പേരെയാണ് ഇവിടെ ചേർക്കുന്നത്, സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ച് പലപ്പോഴും ഒരു പാസ്റ്ററായിരുന്ന സമയത്ത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ 144 പേരേ ഉള്ളൂ. കോടാനുകോടി ജനം ജനിച്ചു വളർന്ന ഈ ഭൂമിയിൽ നിന്ന് 144,000 പേരേ ഉള്ളൂ. ഡോക്ടറേറ്റ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. ദൈവം പറഞ്ഞതനുസരിച്ച് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക. പക്ഷേ ദൈവത്തെ അനുസരിക്കുന്നവരെ മാത്രം എന്ത് ചെയ്യും? അത് 144,000 പേരാണ്. അവർ സ്വർഗരാജ്യത്തിൽ പോകും. സ്വർഗരാജ്യത്തിൽ പോയി കഴിയുമ്പോൾ അവിടെ 2 ബുക്കിൽ പോകണ്ട. അവിടെ മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്യുന്നതൊക്കെ കുറിച്ച് വെക്കുക. ബുക്ക് ഓഫ് ലൈഫ് ആൻഡ് ബുക്ക് ഓഫ് റെക്കോർഡ്. അതിനകത്തെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യനും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏത് പുരുഷനും ഏത് സ്ത്രീയും കാട്ടിക്കൂട്ടുന്നത് റെക്കോർഡിലാണ്. ഈ 144,000 പേരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് ഈ 2 ബുക്കും പരിശോധിക്കും. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ 1000, 10,000, ലക്ഷം നിങ്ങളെ എന്ത് ചെയ്യും? കൊണ്ടുപോകും. പക്ഷേ അവിടെ ചെന്നിട്ട് എന്തറിയാവോ? 144,000 പേര് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഈ റെക്കോർഡുകളെല്ലാം പരിശോധിക്കും.
സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ സംഭവിച്ചിട്ട് പോയ ബാക്കി കാര്യങ്ങളെല്ലാം അനുസരിച്ച് ചെയ്യുക ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ആ ബുക്ക് ഓഫ് ലൈഫിൽ രക്ഷിക്കപ്പെടും. ബാക്കിയുള്ളവരെയും എല്ലാ ഭൂമി സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി നശിപ്പിച്ചു കളയും. ഈ ബാക്കിയുള്ളവരെ എങ്ങോട്ട് കൊണ്ടുപോകും? പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും കൊണ്ടുപോയിട്ട് അവിടെ കർത്താവിനോട് ജീവിക്കും. യെശയ്യാ പ്രവചനം, അപ്പോസ്തല പ്രവൃത്തികളിൽ യെശയ്യാ പ്രവചനം എന്ന് പറയുമ്പോൾ സുവിശേഷത്തിൻ്റെ പ്രവാചകനാണ് യെശയ്യാ. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഇതെല്ലാം വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് 66-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യം വായിക്കുമ്പോൾ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധ ശബ്ദം തുടരുന്നതാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ലോകത്തിൽ എനിക്കൊന്നും നേടുവാൻ തക്കണമില്ല. ഏതെങ്കിലും ദൈവത്തിൻ്റെ വൈതൽ ഇപ്പോൾ ജീവിക്കുന്നവർക്ക് അത് കേട്ടിട്ട് ദൈവകൽപ്പനയുള്ള വിശ്വാസവും കാത്തുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ കാണപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെട്ടിട്ട് അതിനുവേണ്ടി ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ മലയാള പ്രസംഗം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെ സഹായിച്ച് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളെയൊക്കെ പരിചയമുള്ളവരാൽ സ്നേഹത്തോടും താഴ്മയോടും വിനയത്തോടും കൂടെ ഒരു ശത്രുക്കളോട് പോലും കോപിക്കാതെ സമാധാനമായി സന്തോഷമായി സ്നേഹമായി ഈ നിത്യസുവിശേഷം അറിയിക്കണമെന്നാണ് വേദപുസ്തകത്തിൻ്റെ ഉപദേശം. ആരോടും കോപിക്കരുത്, സ്നേഹം. ആ രീതിയിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ നിങ്ങളേവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വചനം ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.